വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ നടക്കാൻ എളുപ്പത്തിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയെ, ഒരു യോഗ പോസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് ഇതുവരെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരൊന്നും തന്നെ ഫോളോ ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്ന മെഡിസിൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ്, ഭക്ഷണ രീതിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, യോഗ പോസ്, ടൈംലി ഫിസിക്കൽ കോണ്ടാക്ട്, ഇതൊക്കെ കൊണ്ടാണ് പലരും തന്നെ കൺസീവ് ആയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഒരു യോഗ പോസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഫെർട്ടിലിറ്റി യോഗ പോസിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൊണ്ടുതരുന്ന ഒരു യോഗ പോസാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്ന യോഗ പോസ്. അത് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരുപാട് പേര് പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞല്ലോ. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ നോക്കാം കേട്ടോ. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിലെ ടിപ്സ്. നേരെ മറിച്ച് ഡോക്ടറുടെ ട്രീറ്റ്മെന്റ്സിനോടൊപ്പം ഇത്തരത്തിലുള്ള മാറ്റങ്ങളും കൂടി നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് നമ്മുടെ ചാനലിലെ ടിപ്സ് നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. ഇവിടെ ഇപ്പോൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ചക്കി ചിലാസന എന്ന് പറയുന്നൊരു യോഗ പോസിനെ പറ്റിയിട്ടാണ്. സാധാരണ നമ്മുടെ പണ്ടത്തെ തലമുറയിലുള്ള അമ്മമാരൊക്കെ അരിയാട്ടുകയും ഉഴുന്നാട്ടുകയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ കുറച്ച് പേരെങ്കിലും. അങ്ങനെ നമ്മൾ ഉഴുന്നാട്ടുന്ന രീതിക്കുള്ള ഒരു യോഗ പോസാണ് ഈ ചക്കി ചിലാസന എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ബാക്കിയുള്ള പല ബെനിഫിറ്റ്സും കൊണ്ടുവന്ന് തരുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചക്കി ചലനാസനയെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കിയാലോ. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അബ്ഡോമൻ ഭാഗം, അതുപോലെ നമ്മുടെ കോർ മസിൽസ്, ലോവർ ബോഡി എന്നിവയൊക്കെ ടോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് ചക്കി ചലനാസന എന്ന് പറയുന്നത്. ഒരുപാട് ഫെർട്ടിലിറ്റി ഡോക്ടേഴ്സും അതുപോലെ തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളും ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ചക്കി ചലനാസന. ഇത് നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ ഈ ഒരു യോഗ ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അതർ ദാൻ ഫെർട്ടിലിറ്റി ബെനിഫിറ്റ്സ് നമുക്ക് ബാക്കിയുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത്, ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീര അവയവങ്ങളൊന്ന് ടോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോവർ അബ്ഡോമൻ, അതുപോലെ നമ്മുടെ ഷോൾഡർ, നമ്മുടെ ആംസ്, നമ്മുടെ ഹിപ്പ്, ഇതൊക്കെ ഒന്ന് ടോൺ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു യോഗ പോസാണ് ചക്കി ചലനാസന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ലോവർ അബ്ഡോമനിൽ ഒരുപാട് ഗ്യാസ് കെട്ടിക്കിടക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നമ്മുടെ ലോവർ അബ്ഡോമൻ ഒന്ന് ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു യോഗ പോസ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ പെൽവിക് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒരു യോഗ പോസാണ് ഈ ചക്കി ചലനാസന എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അപ്പർ ബോഡിയും അതുപോലെ ലോവർ ബോഡിയും സ്ട്രെച്ചുമാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പർ ആൻഡ് ലോവർ ബോഡിയുടെ മസിൽസിൻ്റെ ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് നമുക്കുണ്ടാകുന്നത്, നമ്മുടെ മോഷൻ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷനോ അതല്ലെങ്കിൽ ഇടവിട്ടായിട്ട് മോഷൻ പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നവരോ ഉണ്ടാകും. ഒരു 2 ദിവസമോ അതിൽ കൂടുതലൊക്കെ ആയിട്ട് മോഷൻ നമുക്ക് പോകാത്ത സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും, മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടൊന്നും പറ്റുന്നില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ മോഷൻ പോകാത്ത ആളുകൾക്കൊക്കെ ഈ ചക്കി ചലനാസന ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ ഒരു ബൗൾ മൂവ്മെന്റ് ഒക്കെ കൃത്യമായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത് ഫോളോ ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ദഹനം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഫെർട്ടിലിറ്റിയും ഡൈജഷനും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ബന്ധമുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഗട്ട്, നമ്മുടെ കുടൽ നല്ല ഹെൽത്തി ആയിട്ട് ഇരുന്നിട്ടില്ല എങ്കിൽ അത് ഫെർട്ടിലിറ്റിയെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അഫക്റ്റ് ചെയ്യാറുണ്ട്. ഈ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും വിഘടിച്ച് വേണ്ടുന്ന ബെനിഫിറ്റ്സ് എല്ലാം വേണ്ടുന്ന ഓരോ അവയവങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ശരീരത്തിന് സാധിക്കണം. ഇങ്ങനെ സംഭവിക്കാത്ത സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇമോഷൻ പോകാത്ത സിറ്റുവേഷനും ഇൻഡയറക്റ്റ്ലി നമ്മുടെ ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതൊന്ന് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ ലങ്സിന് ഇത് ചെയ്യുന്നത് വഴി ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതായത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആ ഹോൾഡ് ചെയ്യുന്ന പ്രവർത്തനം, റിലീസ് ചെയ്യുന്ന പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടക്കുന്നത് കൊണ്ട് നമ്മുടെ ലങ്സിൻ്റെ ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ലങ്സിൻ്റെ ആ ഒരു കഴിവ് നന്നായിട്ട് സ്റ്റിമുലേറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് ഒക്കെ ഉണ്ടാവുന്ന ആളുകൾക്ക്, കിതപ്പൊക്കെ ഉണ്ടാവുന്ന ആളുകൾക്ക് ബ്രീത്തൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. ഇനി നമ്മുടെ ഫെർട്ടിലിറ്റിയിൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് കൊണ്ടുവരുന്നതെന്ന്
നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ഈ ചക്കിച്ചലനാസനം നമ്മൾ ചെയ്യുന്നത് ഇരുന്നിട്ടാണ്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ല, നമ്മൾ പണ്ടത്തെ ആളുകളൊക്കെ അരിയാട്ടയും ഉഴുന്നാട്ടൊക്കെ ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ഈ ചക്കിച്ചലനാസനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ലോവർ പോർഷൻ, നമ്മുടെ കോർ മസിൽസ്, നമ്മുടെ ഓവറീസും യൂട്രസും ഒക്കെ നന്നായിട്ടൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇതിലുണ്ടാകുന്ന ഒരു അനക്കം അല്ലെങ്കിൽ ഈ ലോവർ അബ്ഡമൻ പോർഷനിൽ ഉണ്ടാകുന്ന ഈ ഒരു സ്റ്റിമുലേഷൻ നിങ്ങളുടെ രക്തയോട്ടം നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നിങ്ങൾ എടുക്കുന്ന എന്തൊക്കെ ടിപ്സ് ആണെങ്കിലും, അതായത് ക്ലോസ് വാട്ടറോ ഡ്രൈ ഫിഗോ അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഗുണം നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടണമെങ്കിൽ ആ കിട്ടിയ എല്ലാ ന്യൂട്രിയൻസിൻ്റെയും നന്നായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ അതത് വേണ്ട ഓർഗൻസിലോട്ട് എത്തണം. അങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. എൻഡോമെട്രിയൽ ലൈനിങ് നന്നായിട്ട് തിക്കണമാകണമെങ്കിൽ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്ലഡ് ഫ്ലോ നിങ്ങളുടെ യൂട്രസിൻ്റെ ക്യാവിറ്റിയിലോട്ട് എത്തിയിട്ടുണ്ടാവണം. അതുണ്ടായിട്ടില്ലെങ്കിൽ എൻഡോമെട്രിയം തിക്കണാവുകയോ നിങ്ങൾക്ക് പ്രഗ്നൻസി സർവൈവ് ആയിട്ട് മുൻപോട്ടേക്ക് പോവുകയോ ചെയ്യില്ല. അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെയാണെങ്കിലും എംബ്രിയോയുടെ ഫോർമേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്രൂഷ്യലായിട്ട് നടക്കുന്ന ഒരു ടൈം പീരീഡ് ആണ്. ഈ സമയത്ത് നന്നായിട്ട് രക്തയോട്ടം നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ട് ഉണ്ടായിട്ടില്ല എങ്കിൽ കുഞ്ഞിലോട്ടുള്ള രക്തയോട്ടം കുറയുകയും കുഞ്ഞിൻ്റെ വളർച്ച നഷ്ടപ്പെട്ട് നമുക്ക് മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് ബ്ലഡ് സർക്കുലേഷൻ അത്യന്താപേക്ഷിതമാണ്. അത് സ്റ്റിമുലേറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചലനാസന ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ കോർ മസിൽസ്, അതുപോലെ നമ്മുടെ പെൽവിക്, ചെസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ ഇന്റേണൽ ഓർഗൻസും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ചലനാസന ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നിങ്ങളുടെ പീരിയഡ്സിൻ്റെ ഒരു ബ്ലീഡിംഗ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അടുത്ത പീരീഡ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം വരെ നിങ്ങൾക്ക് ചലനാസനം ചെയ്യാവുന്നതാണ്. വേറെ തരത്തിലുള്ള ഇഷ്യൂസ് ഒന്നും അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ. ഒരു ദിവസം ഞാൻ ഈ പറയുന്ന അത്രയും ടൈം നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്താൽ മതി. ഒരുപാട് നേരമൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുമെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുക. രാവിലെ എഴുന്നേറ്റിട്ട് ഇതുപോലുള്ള എക്സസൈസും വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് നമ്മൾ നല്ലൊരു വാമപ്പ് ആവുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇതൊരു ഡീ സ്ട്രെസ്സിങ്ങുമായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള യോഗ പോസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താലും ഒരു പരിധി ആ ഒരു യോഗ പോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്സിനെ ഒന്ന് സപ്രസ് ചെയ്യാനായിട്ടുള്ള ഒരു ബെനിഫിറ്റ്. അത് നമുക്ക് കൊണ്ടുവന്ന് തരുന്നതിന് വേണ്ടിയിട്ട് ചലനാസന ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങളെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കി വെക്കുന്നതിനും ടെൻഷൻ ഫ്രീ ആവുന്നതിനും ആൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ റിഡ്യൂസ് ചെയ്യുന്നതിനും ഇത് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ചലനാസന എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ യോഗ മാറ്റ് ഉണ്ടെങ്കിൽ അത് വിരിച്ചിട്ട് നിങ്ങൾക്ക് നിലത്തിരിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ ബെഡിലോ മറ്റോ ഒന്നിരുന്നിട്ട് നമ്മുടെ രണ്ട് കാലുകളും എത്രത്തോളം നമുക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ രണ്ട് കാലുകളും അകത്തി വെക്കുക. ചേർത്ത് കാല് രണ്ടും മുട്ടിച്ചിട്ടല്ല, നന്നായിട്ട് അകത്തി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രണ്ട് കൈകളും ലോക്ക് ചെയ്ത് പിടിക്കാം. നമ്മൾ കൈ ചേർത്ത് പിടിക്കില്ലേ, അതുപോലെ കൈ രണ്ടും നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ഈ നേരത്തെ രീതിക്ക് ഉഴുന്നാട്ടുക എന്ന് പറയില്ലേ, അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ വലത്തെ കാലിൻ്റെയും ഇടത്തെ കാലിൻ്റെയും അവിടെ കൂടി നമ്മളൊരു സർക്കിൾ ഷേപ്പിൽ ഇതൊന്ന് അനക്കി കൊടുക്കുക. ഞാൻ ഇമേജ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഹെയിൽ ചെയ്തിട്ട് നിങ്ങൾ കാലിൻ്റെ ഭാഗത്തോട്ട് മുട്ടിക്കുക. എക്സ്ഹെയിൽ ചെയ്തോട്ട് നിങ്ങളുടെ ബോഡിയുടെ ഭാഗത്തോട്ട് നിങ്ങൾ മുട്ടിച്ചു കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ ചലനാസന ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കാലുകളും അകത്തി പിടിച്ചിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മുടെ കൈകൾ രണ്ടും നമ്മുടെ നെഞ്ചിനോട് ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ പിടിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക മനസ്സിൽ. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഡീപ്പായിട്ട് ഇൻഹെയിൽ ചെയ്തിട്ട് നമ്മുടെ കാലിൻ്റെ ഭാഗത്തോട്ട്, രണ്ട് കാലിൻ്റെ ഭാഗത്തോട്ട് ഈ കൈ ഒന്ന് സ്ട്രെച്ച് ആക്കി കൊടുക്കുക. ദെൻ ഇത് എഗെയിൻ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ നമ്മൾ എക്സ്ഹെയിൽ ചെയ്യുക. എഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. ഇൻഹെയിൽ ചെയ്തുകൊണ്ട് നമ്മുടെ രണ്ട് കാലിൻ്റെയും ഭാഗത്തോട്ട് ഇത് സർക്കിൾ ചെയ്ത് കൊടുക്കുക. എക്സ്ഹെയിൽ ചെയ്തുകൊണ്ട് നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ഇത് അടുപ്പിക്കുക. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും 20 ടൈംസ് ഈച്ച് വെച്ചോ 10 ടൈംസ് ഈച്ച് വെച്ചോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. തുടക്കത്തിൽ ചെയ്യുന്ന ഒരാൾ 10 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും, അതായത് നേരെ ഒരു സർക്കിൾ വരയ്ക്കുക. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ആ സർക്കിൾ നേരെ തിരിച്ചു വരയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. 10 തവണ ക്ലോക്ക് വൈസ് ഡയറക്ഷനും 10 തവണ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ഈ ഒരു എക്സസൈസുമായിട്ട് നിങ്ങൾ കംഫർട്ട് ആകുന്ന സമയം മുതൽ നിങ്ങൾക്ക് 10 എന്നുള്ളത് ഒരു 20 ടൈംസ് ക്ലോക്ക് വൈസും 20 ടൈംസ് ആൻറ്റി ക്ലോക്ക് വൈസും ഡയറക്ഷനിൽ ഇത് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ.
തുടക്കത്തിൽ ഈ ഒരു എക്സസൈസ് കുറച്ച് ചെയ്യാനായിട്ട് പറഞ്ഞത് നമ്മുടെ ഹിപ്പിൻ്റെ പോർഷനൊക്കെ അധികം അനക്കം തട്ടാത്ത ശരീരഭാഗങ്ങളാണ്. നമുക്ക് അത്രയും കുമ്പിട്ടൊന്നും ഒന്നും ചെയ്യേണ്ട സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല. അതായത് നമ്മളിപ്പോൾ നേരത്തെ പോലെ തന്നെ ഉഴുന്ന് അങ്ങനെ ഇട്ട് നിലത്തിട്ട് ആട്ടുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ തുടക്കാനായിട്ട് മോപ്പില്ലാതെ നിലത്തിരുന്ന് തുടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. മുറ്റമടിക്കാനാണെങ്കിലും അത്ര കുമ്പിട്ടിരുന്ന് മുറ്റമടിക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ വളരെ വിരളമാണ്. അതുകൊണ്ട് അവിടെ അധികം നമ്മൾ ബോഡി അനങ്ങാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇടുപ്പിൻ്റെ ഭാഗത്ത് വേദന ഉണ്ടാകാം. നിങ്ങൾ നിർത്തരുത്. ഒരു 3 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടുപ്പിൻ്റെ അവിടെയുള്ള വേദനയൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് കുറയും കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ പീരിയഡ്സിൻ്റെ ബ്ലീഡിങ് നിന്ന സമയം മുതൽക്ക് തന്നെ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുക. ഓവറീസ് ഒക്കെ നന്നായിട്ടൊന്ന് സ്റ്റിമുലേറ്റ് ആവുന്നതിനും ഏറ്റവും ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ആവുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ലെട്രസോളിൻ്റെ മെഡിസിനോ ബാക്കി എന്തൊക്കെ ടിപ്സോ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചക്രചലനാസന ചെയ്യാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്ട്സ് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് വഴി കിട്ടില്ല. ഇനി ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് വയറധികം അത്രയൊക്കെ അനക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ പയ്യെ ഒന്ന് ചെയ്യുക. നമ്മൾ ഒരുപാടൊന്നും അങ്ങനെ സ്ട്രെച്ചായി പോകാതെ പയ്യെ വയറൊന്ന് അനക്കി കൊടുക്കുക. ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടും. എംബ്രിയോ ഫോം ആയിട്ടുണ്ടെങ്കിൽ അതിലോട്ടുള്ള രക്തയോട്ടമൊക്കെ നന്നായിട്ട് നടക്കും. വേഗം ഹാർട്ട് ബീറ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുടെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ യൂട്യൂബിൽ ചക്രചലനാസന എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും. കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. കാരണം ഒരുപാട് സക്സസ് സ്റ്റോറീസ് നമുക്കിപ്പോൾ ചാനലിൽ കിട്ടുന്നുണ്ട്. ഇതൊക്കെ തന്നെയും നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസ് ഫോളോ ചെയ്തിട്ടും ഫെർട്ടിലിറ്റി യോഗാസ് ഒക്കെ ഫോളോ ചെയ്തിട്ടുമാണ് അവർക്ക് പോസിറ്റീവ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. കൃത്യമായിട്ട് ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങളും ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.